2 മക്കബായർ അധ്യായം 12. യൂദാസിന്റെ പ്രതികാരം. ഉടമ്പടിയുണ്ടാക്കിയതിനു ശേഷം ലിസിയാസ് രാജാവിന്റെ അടുക്കലേക്കും യഹൂദർ തങ്ങളുടെ കൃഷിസ്ഥലങ്ങളിലേക്കും മടങ്ങി. എന്നാൽ സൈപ്രസ് ദേശാധിപതിയായ നിക്കാനോറും മറ്റു ദേശാധിപതികളായ തിമോഥെയോസ്, ഗന്നേയൂസിന്റെ പുത്രൻ അപ്പൊളോണിയൂസ്, ഹിയറോണിമൂസ്, ദമോഫോൺ എന്നിവരും യഹൂദരെ ശാന്തിയിലും സമാധാനത്തിലും ജീവിക്കാൻ അനുവദിച്ചില്ല. ജോപ്പായിൽ നിന്നുള്ള ചിലർ ഇങ്ങനെ ഒരു നീചകൃത്യം ചെയ്തു. തങ്ങൾ ഒരുക്കി നിർത്തിയിരുന്ന വഞ്ചിയിൽ ഭാര്യമാരോടും കുട്ടികളോടുമൊപ്പം കയറാൻ തങ്ങളുടെ ഇടയിൽ പാർത്തിരുന്ന യഹൂദരെ അവർ ക്ഷണിച്ചു. യഹൂദരോട് വിരോധമൊന്നുമില്ലെന്ന് അവർ നടിച്ചു. ശത്രു പൊതുസമ്മതപ്രകാരം ആസൂത്രണം ചെയ്ത പ്രവൃത്തിയായിരുന്നു അത്. അവരുമായി സമാധാനത്തിൽ ജീവിക്കാൻ ആഗ്രഹിച്ച യഹൂദർ അപകടശങ്കയെന്നിയെ ക്ഷണം സ്വീകരിച്ചു. 200ഓളം വരുന്ന അവരെ ജോപ്പാക്കാർ പുറംകടലിലേക്ക് നയിച്ച് മുക്കിക്കൊന്നു. തന്റെ നാട്ടുകാരോട് ചെയ്ത ഈ ക്രൂരതയെപ്പറ്റി കേട്ട യൂദാസ് സൈന്യത്തിന് നിർദ്ദേശം നൽകി. നീതിയുറ്റ വിധിയാളനായ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് സഹോദരരുടെ കൊലയാളികളെ ആക്രമിച്ചു. രാത്രി തുറമുഖത്തിന് തീ വയ്ക്കുകയും വഞ്ചികൾ ചുട്ടരിക്കുകയും അവിടെ അഭയം തേടിയവരെയെല്ലാം വധിക്കുകയും ചെയ്തു. നഗര കവാടങ്ങൾ അടച്ചിരുന്നതിനാൽ പിന്നീട് വന്ന് ജോപ്പാവാസികളെ ഇല്ലായ്മ ചെയ്യാമെന്ന് തീരുമാനിച്ച് അവൻ മടങ്ങി. എന്നാൽ യാമ്നിയാക്കാരും തങ്ങളുടെ മധ്യേ വസിച്ചിരുന്ന യഹൂദരെ ഇപ്രകാരം നശിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നെന്ന് അവൻ അറിഞ്ഞു. അവൻ രാത്രി അവരെ ആക്രമിക്കുകയും തുറമുഖത്തിനും കപ്പലുകൾക്കും തീ വയ്ക്കുകയും ചെയ്തു. തീജ്വാലയുടെ പ്രകാശം 240 സ്ഥാദിയോൺ അകലെ ജെറുസലേമിൽ ദൃശ്യമായിരുന്നു. പിന്നീട് അവർ തിമോഥെയോസിനെതിരെ 9 സ്ഥാദിയോണിലധികം മുന്നേറിയപ്പോൾ 5000-ലേറെ കാലാൾ പടയാളികളോടും 500-ൽ പരം കുതിരപ്പടയാളികളോടും കൂടെ അറബികൾ അവരെ ആക്രമിച്ചു. ഉഗ്രമായ പോരാട്ടത്തിനു ശേഷം ദൈവസഹായത്താൽ യൂദാസും സൈന്യവും വിജയം നേടി. അപ്പോൾ പരാജയപ്പെട്ട ആ നാടോടികൾ യൂദാസിനോട് മൈത്രിക്ക് അപേക്ഷിച്ചു. കന്നുകാലികളെ നൽകാമെന്നും മറ്റ് എല്ലാവിധത്തിലും ജനത്തെ സഹായിക്കാമെന്നും അവർ വാഗ്ദാനം ചെയ്തു. തീർച്ചയായും അവരെ കൊണ്ട് പല പ്രകാരത്തിലും ഉപകാരമുണ്ടാകുമെന്ന് കരുതി അവൻ അവരുമായി സമാധാനം സ്ഥാപിക്കാൻ തയ്യാറായി. സഖ്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം അവർ കൂടാരങ്ങളിലേക്ക് മടങ്ങി. അനന്തരം യൂദാസ് കോട്ടക്കൊത്തളങ്ങളാൽ ബലിഷ്ഠവും വിവിധ വർഗക്കാരായ വിജാതീയർ വസിച്ചിരുന്നതുമായ ക്യാസ്പിൻ നഗരം ആക്രമിച്ചു. കോട്ടയുടെ ബലത്തിലും ഭക്ഷണ സാധനങ്ങളുടെ സമൃദ്ധിയിലും വിശ്വസിച്ച് അഹങ്കരിച്ചിരുന്ന നഗരവാസികൾ യൂദാസിനെയും അനുയായികളെയും പരിഹസിക്കുകയും അവരുടെ നേരെ അസഭ്യം വർഷിക്കുകയും ദൈവദൂഷണം പറയുകയും ചെയ്തു. എന്നാൽ യൂദാസും സൈന്യവും യന്ത്രമുട്ടികളോ മറ്റ് യുദ്ധോപകരണങ്ങളോ കൂടാതെ ജോഷുവയുടെ കാലത്ത് ജെറീക്കോയെ നിലം പതിപ്പിച്ച ലോകാധിനാഥനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് കോട്ടയുടെ മേൽ ഉഗ്രമായ ആക്രമണം ആരംഭിച്ചു. ദൈവേഷ്ടത്താൽ നഗരം അവർ കീഴടക്കി അസംഖ്യം പേരെ വധിച്ചു. തൊട്ടടുത്തുള്ളതും 2 സ്ഥാദിയോൺ വീതിയുള്ളതുമായ തടാകത്തിൽ രക്തം കവിഞ്ഞൊഴുകുന്നതായി കാണപ്പെട്ടു. അവിടെ നിന്ന് 750 സ്ഥാദിയോൺ ചെന്നപ്പോൾ കരാക്സിൽ തൂബിയാനി എന്ന് വിളിക്കപ്പെടുന്ന യഹൂദരുടെ അടുത്തെത്തി. തിമോഥെയോസിനെ ആ പ്രദേശത്ത് അവർ കണ്ടെത്തിയില്ല. ശക്തമായ കാവൽ സേനയെ ഒരു ദിക്കിൽ നിയോഗിച്ചിരുന്നെങ്കിലും ഒന്നും നേടാതെ അവൻ സ്ഥലം വിട്ടിരുന്നു. മക്കബേയൂസിന്റെ കീഴിലുണ്ടായിരുന്ന ദൊസിത്തേവൂസ്, സോസിപ്പാത്തർ എന്നീ പടനായകന്മാർ സൈന്യത്തെ നയിച്ച് ശക്തി ദുർഗങ്ങളിൽ തിമോഥെയോസ് നിർത്തിയിരുന്ന 10,000-ൽ പരം പടയാളികളെ കൊന്നു. മക്കബേയൂസ് സൈന്യത്തെ പല ഗണങ്ങളായി വിഭജിച്ച് ഓരോന്നിനും നായകന്മാരെ നിയോഗിച്ചതിനു ശേഷം 120,000 കാലാൾ പടയാളികളും 2,500 കുതിരപ്പടയാളികളുമൊത്ത് പലായനം ചെയ്ത് തിമോഥെയോസിനെ അനുധാവനം ചെയ്തു. യൂദാസ് അടുത്തു വരുന്നു എന്നറിഞ്ഞ തിമോഥെയോസ് സ്ത്രീകളെയും കുട്ടികളെയും ഭാണ്ഡങ്ങളോടൊപ്പം കർനായിം എന്ന സ്ഥലത്തേക്ക് അയച്ചു. എന്തെന്നാൽ ആ സ്ഥലം ഇടുങ്ങിയ മാർഗങ്ങളോട് കൂടിയതും
ദുർഗമവും ആയതിനാൽ ആക്രമണ സാധ്യത കുറഞ്ഞതായിരുന്നു. യൂദാസിന്റെ സൈന്യത്തിൽ ആദ്യ ഗണത്തെ കണ്ടപ്പോൾ തന്നെ ശത്രുക്കൾ സർവദർശിയായവന്റെ ദർശനത്തിൽ ഭയവിഹ്വലരായി ഇടം വലം നോക്കാതെ ചിതറിപ്പായുകയും പലപ്പോഴും പരസ്പരം ഏറ്റുമുട്ടി സ്വന്തം വാളാൽ മുറിവേൽക്കുകയും ചെയ്തു. യൂദാസ് ആവേശപൂർവം പിന്തുടർന്ന് ആ പാപികളെ വാളിനിരയാക്കി. 30,000-ഓളം പേർ വധിക്കപ്പെട്ടു. ദൊസിത്തേവൂസിന്റെയും സോസിപ്പാത്തറിന്റെയും സൈന്യത്തിന്റെ പിടിയിൽ തിമോഥെയോസ് അകപ്പെട്ടു. എന്നാൽ അവരിൽ പലരുടെയും മാതാപിതാക്കളും ചിലരുടെ സഹോദരരും തന്റെ അധീനതയിലുണ്ടെന്നും അവർക്ക് ഒരു പരിഗണനയും ലഭിക്കുകയില്ലെന്നും കൗശലപൂർവം വ്യാജം പറഞ്ഞു തന്നെ സുരക്ഷിതനായി വിട്ടയക്കണമെന്ന് അപേക്ഷിച്ചു. തങ്ങളുടെ സഹോദരരെ സുരക്ഷിതമായി തിരിച്ചേൽപ്പിക്കാമെന്ന് തിമോഥെയോസ് ഉറപ്പുകൊടുത്തതിനാൽ അവരുടെ രക്ഷയെ ഓർത്ത് അവനെ അവർ വിട്ടയച്ചു. അനന്തരം യൂദാസ് കർനായിമിനും അദർഗാത്തിസ് ക്ഷേത്രത്തിനുമെതിരെ പട നയിച്ച് 25,000 പേരെ വധിച്ചു. ഇവരെ നശിപ്പിച്ചതിനു ശേഷം അവൻ വിവിധ വർഗക്കാരായ ആളുകളോടുകൂടെ ലിസിയാസ് പാർത്തിരുന്ന സുരക്ഷിത നഗരമായ എഫ്രോണിന് എതിരെ നീങ്ങി. കോട്ടയുടെ രക്ഷയ്ക്ക് നിലകൊണ്ടിരുന്ന ധീരരായ യുവാക്കൾ ശക്തമായി എതിർത്തു. അവിടെ യുദ്ധോപകരണങ്ങളും ചുഴറ്റുചക്രങ്ങളും ധാരാളമായി ശേഖരിച്ചു വച്ചിരുന്നു. എന്നാൽ യഹൂദർ ശത്രുബലം തകർക്കുന്ന സർവശക്തനെ വിളിച്ചപേക്ഷിച്ച് നഗരം കീഴടക്കി. അവിടെ ഉണ്ടായിരുന്നവരിൽ 25,000-ഓളം പേരെ വധിച്ചു. അനന്തരം അവിടെ നിന്ന് പുറപ്പെട്ട് അവർ ജെറുസലേമിന് 600 സ്താദിയോൺ അകലെയുള്ള സ്കിത്തോപോളിസിലേക്ക് തിടുക്കത്തിൽ പോയി. അവിടെ താമസിച്ചിരുന്ന യഹൂദർ സ്കിത്തോപോളിസിലെ ജനങ്ങൾ തങ്ങളോട് കാണിച്ച സന്മനസ്സിനും കഷ്ടകാലങ്ങളിൽ തങ്ങൾക്കു നൽകിയ പരിചരണത്തിനും സാക്ഷ്യം നൽകി. അതിനാൽ അവർക്ക് നന്ദി പ്രകാശിപ്പിക്കുകയും ഭാവിയിലും തങ്ങളുടെ വംശത്തോട് സന്മനസ് കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തതിനു ശേഷം ആഴ്ചകളുടെ തിരുനാൾ ആസന്നമായിരുന്നതിനാൽ ജെറുസലേമിലേക്ക് അവർ മടങ്ങി. പന്തക്കൊസ്താ തിരുനാൾ കഴിഞ്ഞ് അതിവേഗം അവർ ഇദുമിയായുടെ അധിപതിയായ ഗോർജിയാസിനെതിരെ